ഹലോ, ഞാൻ ശരണ്യ നന്ദകുമാർ. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത് ഓണം ഗെറ്റ് റെഡി വിത്ത് ശരണ്യ നന്ദകുമാർ. ഇന്നത്തെ വീഡിയോ ഓണം ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. നമുക്കറിയാലേ ഓണം ആകാനായി, നമുക്ക് സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആവാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു എൻ്റെ ഓണക്കോടി വെച്ചിട്ട് ഒരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഓണം ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് ഓർത്ത്. അതും ഡ്രസ്സ് മാത്രമല്ല, മേക്കപ്പും ഹെയറും എല്ലാം കൂടി ചെയ്ത് മൊത്തത്തിൽ എല്ലാവർക്കും സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആവാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും ചെയ്യാൻ പോകട്ടെ. സ്വന്തമായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് അറിയാം ഞാൻ മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രോ അല്ല എന്നുള്ള കാര്യം. പക്കാ ബിഗിനറാണ് ഞാൻ. ഇപ്പോഴും ഞാൻ പഠിച്ചു വരണല്ലോ കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ, എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു ട്രയലാണെന്നും കൂടി വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് ഒട്ടും ഡിലേ വരുത്താൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യില്ല. അതിന് മുന്നേ നമ്മുടെ ഡ്രിൽ. അതെ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഫീഡ് ഇതാണ് എൻ്റെ ID. എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. നമ്മളിന്ന് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈബേയുടെ ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാട്ടോ. ഇത് മസ്റ്റ് ഹാവ് കിറ്റാണ്, അവരുടെ ഗിഫ്റ്റ് സെറ്റാണ് ശരിക്കും. ഇതിൻ്റെ ഉള്ളിൽ 6 പ്രൊഡക്ട്സ് വരുന്നുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ വരുന്നുണ്ട്, കൺസീലർ വരുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡർ, ലിപ്സ്റ്റിക്, ടിൻറ്റ്, അതുപോലെ തന്നെ ഒരു കാജൽ പെൻസിലും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ശരണ്യ 20 യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 20% ഓഫറും കൂടി ഈബേയുടെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണൊക്കെ. എന്തായാലും ചെക്ക് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബേസ് പ്രെപ്പ് ചെയ്യണം. നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യാൻ പോവാം കേട്ടോ. മേക്കപ്പ് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഈബേയുടെ വാട്ടർ പ്രൂഫ് ലിക്വിഡ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ജസ്റ്റ് കുറച്ച് നമുക്ക് എടുക്കണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി കൺസീലർ ആയിട്ട് ഇടാൻ പോകണം. എവിടെയൊക്കെയാണോ ഡാർക്ക് മാർക്സ് ഉള്ള അവിടെയൊക്കെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാൻ പോവാണ്. മെയിനായിട്ട് എനിക്ക് അൺഡ്രൈസ് ആണ് കേട്ടോ, നിറയെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാൻ പോവാം. ഇത് ഇവിടെ തന്നെ മസ്റ്റ് ഹാവ് വാട്ടർ പ്രൂഫ് കൺസീലർ ആണ് കേട്ടോ. കൺസീലർ നമ്മൾ മീഡിയം എന്നുള്ള ഷെയ്ഡാണ് അപ്ലൈ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് കൺസീലർ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഈബേയുടെ തന്നെ മസ്റ്റ് ഹാവ് ആ ഒരു റേഞ്ചിലുള്ള പൗഡർ വെച്ചിട്ടാട്ടോ നമ്മൾ സെറ്റ് ചെയ്യണം. കോമ്പാക്ട് പൗഡറാണ്, നല്ല പാക്കേജിങ് കേട്ടോ. ഉള്ളിൽ മിററൊക്കെ ആയിട്ട് ഇവർ സ്പഞ്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട, നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ബ്രഷാണല്ലേ. ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. ഐസിൽ നല്ലൊരു ഷെയ്ഡ് നമുക്ക് കൊടുക്കാം കേട്ടോ. ഡ്രസ്സ് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് മാച്ച് ചെയ്യണ രീതിയിൽ ബ്രൗൺ ഷെയ്ഡുള്ള ഒരു ഐ ഷാഡോയും കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്യാം. വേഗം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് മേക്കപ്പ് ലുക്ക്. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാനായിട്ട് ധൃതിയായി. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം, വേഗം ചെയ്യാം. ഐ ഷാഡോ ഫുൾ കംപ്ലീറ്റ് ചെയ്തോട്ട് ഒരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ്, ബ്രൗൺ അല്ല ഒരു ഡാർക്കർ വൈൻ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കണ്ണ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലിറ്റർ അപ്ലൈ ചെയ്തു. ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എടുത്ത് ഐബ്രോസും താഴത്തും ഹൈലൈറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പം നമ്മൾ കണ്ണ് എഴുതാൻ വേണ്ടി പോവാണ്. ഈബേയുടെ തന്നെ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് നമ്മൾ കണ്ണ് എഴുതിയിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി
നെക്സ്റ്റ് നമ്മൾ ടൈംലെസ് മോക്ക എന്നുള്ള ഷെയ്ഡിലുള്ള ലിപ്പ് ആൻഡ് ഷേക്ക് ടിൻറ്റ് യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ബ്ലഷിന് പകരം അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്കിത് ചീക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈബയുടെ തന്നെയാണ്. മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക് അല്ലേ. എനിക്ക് ഈ ഒരു ഷെയ്ഡില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് M15 സിനമൺ ചായ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഈബയുടെ തന്നെയാണ്. ഈ സെറ്റിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് പ്രൊഡക്ട്സ് എല്ലാം തന്നെ. അപ്പോൾ ഇതേ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പോവാം. ഞാൻ ലൈൻ ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോവാം കേട്ടോ. മേക്കപ്പ് ഫുൾ കംപ്ലീറ്റ് ആക്കി കേട്ടോ. ലാഷും വെച്ചു ഞാൻ അതുപോലെ തന്നെ. ഇനി എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നണില്ലേ, ഒരു പൊട്ടാണ്. എന്തായാലും നമ്മൾ ഒരു ട്രഡീഷണൽ ലുക്ക് ചെയ്യാൻ നേരത്ത് മസ്റ്റ് ആണല്ലേ പൊട്ട് വെക്കണം എന്നുള്ളത്. റൂളൊന്നുമില്ല, എൻ്റെ ഒരു റൂളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പൊട്ട് വെക്കാൻ പോവാണ്. നെക്സ്റ്റ് കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ്. അറ്റയർ ഫുൾ മെറൂൺ ആയതുകൊണ്ട് തന്നെ, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് പൊട്ടാണ്ട്. ഇതും കൂടി വയ്ക്കാം. സോ അങ്ങനെ അതിസാഹസികമായിട്ട് മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടോ. സത്യം പറയാലോ, ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ കുറേ നാളുകൾക്ക്, എനിക്ക് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമായിട്ടൊന്നും ഇതുപോലെ ഒരു ഓണം മേക്കപ്പ് ലുക്ക് ലൈവിൽ ക്രിയേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഓരോ മേക്കപ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ ഹെയർ ചെയ്യണം. നമുക്ക് വേഗം ഒരു ഹെയർ ചെയ്യാം. ജസ്റ്റ് സെൻറ്റർ പാർട്ടീഷൻ ഇട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാട്ടെ. എന്തായാലും ബൺ വേണം, മുല്ലപ്പ് വെക്കണം. അത് എൻ്റെ ഒരാഗ്രഹമാണ്. അത് അങ്ങനെ തന്നെ എന്തായാലും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡ്രീം ഔട്ട്ഫിറ്റിൻ്റെ ഫേവറേറ്റ് ഇപ്രാവശ്യത്തെ എനിക്ക് തന്നെ സമ്മാനിച്ച എൻ്റെ ഓണക്കോടി ഇട്ടിട്ട് നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് ഇട്ട് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഹെയർ നന്നായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ബൺ ചെയ്യാം. നമുക്കിനി ഈ ഹെയർ താഴത്തെ പോർഷനിലുള്ള ബണ്ണാക്കാം കേട്ടോ. ഞാൻ ഹെയർ വെട്ടിയ പിന്നെ ഇല്ലേ എനിക്കിങ്ങനെ ബൺ ചെയ്യാനോ അല്ല അതേപോലെ ഇങ്ങനെ ഇവിടെ അപ്പർ കൊണ്ടുവന്നിട്ട് ഹൈ ബണ്ണൊന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. നീളം കുറവായതുകൊണ്ടിട്ടാ ലോ ബൺ ഒരു കണക്കിന് കിട്ടും. നമുക്കത് ഇങ്ങനെ ഹെയർ ടൈ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമെന്ന് എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കൂടുതലും ഇങ്ങനെ ബണ്ണൊക്കെ വെച്ചിട്ട് പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പോകാനായിട്ട് ഇഷ്ടം. നിങ്ങൾക്ക് എന്ത് സ്റ്റൈലാണെന്ന് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇന്ന് ഈ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മേക്കപ്പ് ലുക്കും എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഞാൻ അത്ര പ്രോ ഒന്നും അല്ല കേട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇപ്പോഴും ഞാൻ ബിഗിനറാണ്. കാരണം എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നാത്ത മേഖല മേക്കപ്പ് എന്നുള്ളത്. എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഡ്രസ്സുകളോടും കളേഴ്സിനോടും കാര്യങ്ങളോട്ടോ. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് ഈ മേക്കപ്പിനോട് അത്ര ഇഷ്ടമില്ലാത്തതെന്ന് അറിയില്ല. ഇവനിപ്പോൾ എനിക്കൊരു ഫൗണ്ടേഷൻ മുഖത്തിട്ടാൽ തന്നെ ഇല്ലേ ഷൂട്ട് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് കളയണം. ഇതൊന്നും മുഖത്തുനിന്ന് പോയാലേ സമാധാനമുള്ളെന്ന് തോന്നണ ആളാണ്. കൂടുതലും എനിക്ക് ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് മസ്കാര ഇടാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അത്രയും കാര്യങ്ങളെ ഇഷ്ടമുള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് ആയല്ലേ, അന്നേരം അത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനേ ഇഷ്ടമുള്ളൂ. ഒരുപാട് ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഭയങ്കര ഹെവി ഗ്ലാം ലുക്കൊന്നും ചെയ്യാൻ വേണ്ടി ഇഷ്ടമല്ല. എനിക്ക് സട്ടിൽ മേക്കപ്പ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ ഇല്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്ത് കാണാൻ നേരത്ത് എന്തുപാടി നീ മുഖത്ത് വാരി തേച്ചേക്കണം അങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ടിന് പോയപ്പോൾ നിങ്ങൾ വരണേ ഉള്ളൂ വ്ളോഗ്. ഷൂട്ടിന് പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രണ്ട്സ് ചോദിക്കായിരുന്നു കേട്ടോ, ഇത് എന്തെന്നാ നീ മുഖത്ത് തേച്ചേക്കണേ എന്നുള്ളത്. കാരണം എന്നെ അങ്ങനെ കാണാത്ത കൊണ്ടിട്ട് പെട്ടെന്ന് അവർക്ക് ഭയങ്കര എന്തോ ഞാൻ ഫേസിലിട്ടേക്കണ പോലെ. അപ്പോൾ നമ്മളതേ അങ്ങനെ വർത്താനം പറഞ്ഞ് ബൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കില്ലേ മുല്ലപ്പൂ വെക്കണം. നല്ല ഭംഗിയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കാം കേട്ടോ.
എനിക്കില്ല ഈ ഹെയർ സ്റ്റൈലും പൂവും എല്ലാം കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മേക്കപ്പ് ലുക്കും ഇതെല്ലാം കൂടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലെങ്സും കൂടി വെക്കണം എന്ന് കേട്ടോ. ലെങ്സും കൂടി ഞാൻ വെക്കാം. അപ്പോൾ കാണിക്കില്ല നിങ്ങളെ ലെങ്സും കൂടി എനിക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഡ്രീം ഔട്ട്ഫിറ്റിലേക്ക് കയറാൻ പോവാണ്. ഞാൻ ഔട്ട്ഫിറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ജസ്റ്റ് ഞാൻ ഇന്നലെ നമ്മൾ ചെയ്തുകൊണ്ട് വന്ന ആ ഒരു നല്ല ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ചെയ്തിട്ടുള്ള ആ സ്കേർട്ടും ടോപ്പും ദുപ്പട്ടയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇടണം. എനിക്കില്ലേ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതുകൊണ്ട് ഇങ്ങനെ താഴത്തൊന്നല്ല പൊക്കത്തിങ്ങനെ പറന്ന് നടക്കണം കേട്ടോ. എനിക്ക് വേഗം ചില സമയത്തില്ലേ മൂഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സപ്പ് ചെയ്യാനുള്ള മൂഡിൽ നിൽക്കുകയാണ് ഞാൻ. വേഗം തന്നെ ഔട്ട്ഫിറ്റ് എടുത്ത് ഇതാണ് കേട്ടോ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്വന്തം ഇരുന്ന് പുകഴ്ത്തണമെന്ന് വിചാരിക്കരുത്. എനിക്ക് സത്യം ഞാൻ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കളറിൻ്റെ ആട്ടോ ഇത്ര ഭംഗി, വേറെ ഒന്നും കൊണ്ടിട്ടല്ല. നല്ല ഒരു ഷെയ്ഡാണത്, കോഫി ബ്രൗൺ. എല്ലാവർക്കും ചേർന്ന ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ആൻറ്റിക് വർക്കും കൂടി വന്ന പടിപൊളി. എനിക്ക് തോന്നുന്നു ആൻറ്റിക്കിൻ്റെ നെക്ക് പീസും ഇയറിങ്സും കൂടി ഉണ്ടായിരുന്ന കുറച്ചുകൂടി എലഗൻ ലുക്കായിട്ടുണ്ടായിരുന്നെന്ന് തോന്നി. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു പീസ് വെച്ച് ഞാൻ സ്റ്റൈൽ ചെയ്തേക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല രസമുള്ള കുപ്പി വളയും അതുപോലെ തന്നെ കുന്തൻ്റെ സൈഡ് ബാംഗിൾസും ഇട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു സെറ്റും കൂടി ഇട്ടാൽ ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ഹെയർ ആണെങ്കിലും മുല്ലപ്പൂ ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടല്ലേ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് ഹെയറും സെറ്റ് ചെയ്തു. പിന്നെ ഈ നമ്മുടെ മോതിരം ആണെങ്കിൽ ഒരു ആൻറ്റിക്കിൻ്റെ മോതിരം കൊടുത്തിട്ട് ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ മേടിച്ചത്, അതും കൂടി കൊടുത്തിട്ട് ഞാൻ ഫുൾ സ്റ്റൈൽ ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം. ബെല്ലൈക്കൺ കൂടി ഞെക്കിക്കോ. നിന്റെ കുട്ടവന് ബെല്ലൈക്കൺ കൂടി ഞെക്കിക്കോ ബൈന്ന്. അപ്പോൾ കാർത്തി പറഞ്ഞ കേട്ടില്ല, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ഞാനും പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, എല്ലാം ചെയ്തേക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി ഓണം ജിൽ ജിൽ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ ബൈ.